എങ്ങനെ നമുക്കത് കണക്ഷൻ ചെയ്യാന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് 100 വാട്ട് പാനലിൽ 2.5 വയറാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 2.5 വയർ ഉപയോഗിച്ച് നമ്മുടെ പാനൽ കണക്ഷൻ ചെയ്യാൻ പോകുന്നത്. പാനൽ കണക്ഷൻ നമുക്ക് ഇതിൽ 2 പ്രോബാണുള്ളത്. ഇത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഇത് 100 വാട്ട്സിൻ്റെ ഒരു പാനലാണ്. 100 വാട്ട്സിൻ്റെ പാനലിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മളിതിൻ്റെ പ്രോബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 കണക്ഷൻ ഉണ്ടാവും. ഒരു ടെർമിനൽ പോസിറ്റീവ്, അടുത്തത് നെഗറ്റീവ്. നമ്മുടെ പാനലിൻ്റെ ഇതിലോട്ടുള്ള വയർ പോസിറ്റീവ് വയർ പോസിറ്റീവ് ടെർമിനലിൽ കയറ്റി വെക്കുക, നെഗറ്റീവ് വയർ നെഗറ്റീവ് ടെർമിനലിൽ കയറ്റി വെക്കുക. ഈ 2 കേബിളാണ് എടുക്കുന്നത്. നമുക്കതിൽ നെറ്റ് ബോൾട്ട് സംവിധാനം ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് ഫംഗസ് കയറി കഴിഞ്ഞാൽ നമുക്കത് ഇതിലോട്ടുള്ള പവർ റെസിസ്റ്റൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. അതിന് ഓൾറെഡി സോൾഡറിങ് ഉണ്ട്. ഇതിന് ഫോർവേഡ് ബയാസിങ് വന്നിട്ടുള്ള ഈ ഡയോഡാണ് നമ്മളിതിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ അറിയാത്തവർക്ക് പാനൽ കണക്ട് ചെയ്യാനിട്ടു അറിയാത്തവർക്കാണിത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് ഡയോഡിൻ്റെ പോസിറ്റീവ് ആനോഡ് കാഥോഡുണ്ട്. ഈ പോസിറ്റീവ് സൈഡാണ് നമ്മളിതിൻ്റെ പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവ് സൈഡിന് നെഗറ്റീവായിട്ടും നമ്മൾ കണക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സോളാറിൽ നമുക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ പാനലിലേക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ നെഗറ്റീവും ഇതിൽ പോസിറ്റീവും വരും. ഇതിൽ നമ്മളൊരു ചാർജ് കൺട്രോളറുണ്ട്. ഇത് സോളാർ പാനലിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മളിതിൻ്റെ ബാക്ക് ലൈറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ, ഇതിൽ 3 ടെർമിനലുണ്ട്. ഇത് നമ്മളൊരു ഡയോഡ് വെച്ചിട്ടുണ്ട്. ആ ഡയോഡിൻ്റെ ഫേസും സൈഡ് നെഗറ്റീവ് പോസിറ്റീവ് സൈഡാണ്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ബ്ലാക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു സിൽവർ കളർ വരുന്നത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. ഈ സൈഡ് നമുക്ക് പോസിറ്റീവാണ്. ഇത് നമ്മൾ പാനലിൽ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത്. അതായത് നമുക്ക് വേണ്ടത് ഒരു സോൾഡറിങ് ലെഡ് എന്ന് പറയും. ഇതിന് ലെഡാണ് വേണ്ടത്. പിന്നെ നമുക്കൊരു വാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോൾഡറിങ് ഇതിൽ പിടിക്കാനായിട്ട് വാക്സ് വേണം. പിന്നെ നമ്മളൊരു സോൾഡറിങ് അയണ്. ഇതൊരു ഹെവി സോൾഡറിങ് അയനാണ്. നമുക്ക് ഏകദേശം നല്ല പവർ കൂടി 50 വാട്ടിൻ്റെ സോൾഡറിങ് അയനാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഡിന് നമ്മളിതിൻ്റെ കോട്ടിങ് നമുക്ക് നമ്മുടെ ലെഡ് ഇതിൽ പിടിപ്പിക്കാനായിട്ട് അതിൽ പിടിപ്പിച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതിന് ഹെവി ആയിട്ട് മടക്കിയിട്ട് ലെഡിന് നമ്മൾ ബേസിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. ബേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് കോട്ടിങ് ആയിട്ട് വരും. അപ്പോൾ 1 സൈഡ് നമ്മളത് സോൾഡ് ചെയ്ത് കഴിഞ്ഞു. നെഗറ്റീവ് സൈഡാണ് ഇപ്പോൾ സോൾഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ സോൾഡ് ചെയ്യാം. പോസിറ്റീവ് സൈഡിൽ സോൾഡിങ് പിടിപ്പിച്ച് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇതിൻ്റെ കേബിളുണ്ട്. ആ കേബിളിൽ നമ്മൾ വാക്സ് കോട്ടിങ് കൊടുക്കുക. നമുക്കതിലുള്ള കോപ്പറിൻ്റെ ഇൻസ്റ്റേഷൻ വാർണിഷ് പോകാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ വാർണിഷിനെ നമ്മൾ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ളൊരു കോട്ടിങ് നമുക്കതിൽ ലെഡ് പിടിച്ചു കിട്ടും. സോൾഡറിങ് നമ്മൾ മുന്നേ ഹീറ്റാക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫാസ്റ്റായിട്ട് സോൾഡറിങ് നടക്കുന്നത്. ഇതിന് ഓൾറെഡി കണക്ടർ ഉണ്ട്. നമുക്കിതിൽ 2 നെറ്റ് ഉണ്ട്. പക്ഷേ അത് എന്താണെങ്കിലും നമ്മൾ കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ അതിന് ഡസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ പവർ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലെഡ് അതിൽ കോട്ടിങ് ആയി കിട്ടും. കോട്ടിങ് ആയി കുറച്ചും കൂടെ ലെഡ് അതിൽ കോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലെഡ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും. നമ്മളിതിൻ്റെ പോസിറ്റീവ് സൈഡ് സോൾഡറിങ് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് കൊടുക്കാൻ പറ്റും. നെഗറ്റീവ് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് സപ്ലൈ കിട്ടി. നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് സൈഡ് സോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ 2 സൈഡ് ഇതിന് പവർ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് പവർ വരുന്നുണ്ടാവും. പവർ വരണമെന്ന് ചെക്ക് ചെയ്യാം.